റബ്ബേ സിഹ്റന്മാരെ സിഹ്റിനൊത്തും കാത്തുരക്ഷിക്കണം റഹ്മാനെ. ആര് സിഹ്ർ ചെയ്തോ ചെയ്യിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. റബ്ബേ നീയാണ് സിഹ്ർ ബാത്തിലാക്കുന്നത്, ഞങ്ങളല്ല. ഞങ്ങൾ ബാത്തിലാക്കിയ ബാത്താവുന്ന കാര്യമല്ല. ഇല്ല ഖുർആൻ ഷരീഫ് കൊണ്ടോ ദിക്ർ കൊണ്ടോ സലാത്ത് കൊണ്ടോ ദുആ കൊണ്ടോ നീ സിഹ്ർ ബാത്തിലാക്കി തരണം റഹ്മാനെ. എത്രയോ സിഹ്റിലായി ഉഴന്നവരുടെ രക്ഷ കൊടുക്കണം റഹ്മാനെ. റബ്ബേ ആര് ചെയ്താലും എങ്ങനെ ചെയ്താലും നീ തന്നെയാണ് ഫലിപ്പിക്കുന്നത്. റബ്ബേ ചെയ്യിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ചെയ്യുന്നവർ നീ പിന്തിരിപ്പിക്കണം റഹ്മാനെ. ചെയ്യാനുള്ള ഒരു നില നീ കൊടുക്കല റഹ്മാനെ. മാനായ റബ്ബേ സിഹ്ർ കൊണ്ട് ഞങ്ങൾ കുടുംബം നശിപ്പിക്കല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ഞങ്ങൾ പള്ളി ദിവസം നശിപ്പിക്കല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ഞങ്ങൾ കോളേജ് നശിപ്പിക്കല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ഞങ്ങൾ യതീംഖാന നശിപ്പിക്കല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ഞങ്ങൾ മദ്രസ നശിപ്പിക്കല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ഞങ്ങൾ കച്ചവടം നശിപ്പിക്കല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ഞങ്ങൾ മക്കളെ നശിപ്പിക്കല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ഞങ്ങൾ വീട് നശിപ്പിക്കല റഹ്മാനെ. സിഹ്ർ കൊണ്ട് നീ മാരകമായ റൂം തന്ന് ഞങ്ങൾ നശിപ്പിക്കല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ ശരീരം അപകടത്തിൽപ്പെട്ട് കത്തിക്കരി നിൽക്കുന്നയാക്കല റഹ്മാനെ. ആര് ചെയ്തോ ചെയ്യിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. മാനായ റബ്ബേ ഇവിടെ കിടക്കുന്ന മഹാന ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ട് എൻ്റെ ബാപ്പാൻ്റെ ബർക്കത്ത് കൊണ്ട് ആര് സിഹ്ർ ചെയ്തോ ചെയ്യിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. മാനായ റബ്ബേ സിഹ്ർ സംബന്ധമായ വല്ല സംഗതികളും ഞങ്ങൾ ഓരോരുത്തർ വീടുകളിലോ പള്ളികളിലോ പള്ളി ദർസുകളിലോ കോളേജുകളിലോ തീങ്ങാനകളിലോ മറ്റുള്ളോ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു തരണം റഹ്മാനെ. നിന്നെക്കൊണ്ടല്ലാതെ വേറൊരാളെ കൊണ്ട് സാധ്യമല്ല റബ്ബേ. എല്ലായെങ്കിൽ നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. സിഹ്റുള്ള കാലത്തോളം ഞങ്ങൾ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന നിലയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങൾ ആരെയും നീ എത്തിക്കല റഹ്മാനെ. റബ്ബേ ഹവ കൊണ്ടുള്ള സിഹ്റും നീ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ ഹവ കൊണ്ടുള്ള സിഹ്റും നീ സലാമത്താക്കി തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങളെ മജ്ലിസ് ഒരു പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം റഹ്മാനെ. നിൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു മജ്ലിസ് നീയാക്കല്ല റഹ്മാനെ. റബ്ബേ നിൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു മജ്ലിസ് നീയാക്കല്ല റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങൾക്ക് നല്ല സ്വഭാവം നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ഗാഢമായ സ്വഭാവത്തോട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങൾ ചെറുപ്പക്കാർ ദീനിൻ്റെ മക്കളാക്കണം റഹ്മാനെ. ദീൻ എതിരായ നിലവർക്ക് നീയാക്കല്ല റഹ്മാനെ. നീല ജീവിച്ച് ദീനിലായി മരിക്കാൻ നീ തൗഫീഖ് റഹ്മാനെ. റബ്ബേ അദബും പൊരുത്തവും ബഹുമാനം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യും റഹ്മാനെ. അദബുകളുണ്ടാക്കി പൊരുത്തക്കേട് സമ്പാദിച്ച് നരകം കാണുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരും നീ എത്തിക്കല്ല റഹ്മാനെ. ഖിയാമത്ത് വരുന്ന മക്കളും നീ എത്തിക്കല്ല റഹ്മാനെ. സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും ഉമ്മവാപ്പന്മാരെയും ഉസ്താദന്മാരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. ഒരു തെറി പറയുന്ന വിഭാഗത്തിൽ ഞങ്ങൾ നീ പെടുത്തല്ല റഹ്മാനെ. മാനായ റബ്ബേ ഉള്ള ആലിമീങ്ങളെ യോജിപ്പിലാക്കണം റഹ്മാനെ. യോജിപ്പിൻ്റെ വാതിൽ നീ തുറക്കണം റഹ്മാനെ. അടക്കപ്പെട്ട വാതിൽ നീ ആക്കല റഹ്മാനെ. റബ്ബേ നിസ്സാര പ്രശ്നങ്ങളും ആലിമീങ്ങൾ നീ ഫിർക്കത്താക്കല റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ ആലിമീങ്ങൾ യോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. മാനായ റബ്ബേ പണ്ഡിതന്മാരെ പേരും പറഞ്ഞ് എത്രയോ ഗ്രാമങ്ങൾ ചെറിയ മഹല്ലുകൾ എത്രയോ ജമാഅത്ത് ഫിർക്കത്തായ റബ്ബേ യോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. ഇവിടെയുള്ള ജമാഅത്ത് തൊട്ടെടുക്കുന്ന ജമാഅത്തും എല്ലാ ജമാഅത്തും യോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. റബ്ബേ നിസ്സാര പ്രശ്നത്തിന് വേണ്ടി ഒരു ജമാഅത്ത് നീ ഫിർക്കത്താക്കല റഹ്മാനെ. മാനായ റബ്ബേ ഫിർക്കത്താൻ ഒരൊറ്റ നിമിഷമേ വേണ്ടു. യോജിപ്പിലാൻ വളരെ പ്രയാസമുള്ള കാര്യം നിനക്കറിയാം റഹ്മാനായ റബ്ബേ. ഇബ്ലീസിൻ്റെ കുതന്ത്രത്തിട്ട് ഒരു ജമാഅത്തും നീ ഫിർക്കത്താക്കല റഹ്മാനെ. നീ യോജിപ്പിലാക്കണം റഹ്മാനെ. മാനായ റബ്ബേ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ ഞാൻ ഖബർ അദാബിനെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. അവളുടെ ചോദ്യത്തിന് തന്നെ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ വിശാലമാക്കണം റഹ്മാനെ. ഞങ്ങളെ ഖബർ തീയാലും പുകയാലും നിറക്കല്ല റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ കുടുസാക്കല്ല റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ ഞെരിക്കല്ല റഹ്മാനെ. സ്വർഗീയ പുതപ്പ് കൊണ്ട് നീ പുതക്കണം റഹ്മാനെ. നരകത്തിൻ്റെ പുതപ്പ് കൊണ്ട് ഞങ്ങൾ ആരെയും പുതക്കല്ല റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങൾ കിതാബിനെ നീ വലങ്കയിൽ തരണം റഹ്മാനെ. ഇടങ്കയിൽ നീ തരല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങളെല്ലാവരും ജന്നാത്തിൽ ഫിർദൗസ് നീ കളത്തണം റഹ്മാനെ. ജഹന്നം നരകത്തിട്ട് ഞാൻ കരിക്കല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കുടുംബക്കാർ ഉസ്താദന്മാർ സ്നേഹിതന്മാർ പണ്ഡിതന്മാർ ആലിമീങ്ങളെല്ലാം മരിച്ചുപോയി അവരെല്ലാം ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെല്ലാം ഖബർ സീനത്താക്കി കൊടുക്കണം റഹ്മാനെ. വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ ശൈത്താൻ്റെ ശർറ് ഇബ്ലീസിൻ്റെ ശർറ് ഖുർആനിൻ്റെ ശർറ് പ്രേതത്തിൻ്റെ ശർറ് ഇഫ്രീത്തിൻ്റെ ശർറ് എത്രയോ പിടിപെട്ട് വരുന്നുണ്ട്. ആണുണ്ട് പെണ്ണുണ്ട് ചെലി വരുന്നുണ്ട്. ഓസലാങ്ങളുടെ ബർക്കത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബർക്കത്ത് കൊണ്ടും ഇവിടെ കിടക്കുന്ന മഹാൻ
ബർക്കത്ത് കൊണ്ടും ഈ മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ടും അവരെ ശരീരത്തിന് വിദൂരപ്പെടുത്തണം റഹ്മാനെ. അവരെ ശരീരത്തിന് വിദൂരപ്പെടുത്തണം റഹ്മാനെ. ഈ പറയപ്പെട്ട ഞാൻ ഓരോരുത്തരും വീട്ടിനെ തൊട്ട് വിദൂരപ്പെടുത്തണം റഹ്മാനെ. മാനായ റബ്ബേ കാഫിരീൻ ശർറും കാത്തുരക്ഷിക്കണം റഹ്മാനെ. ജൂതന്മാരസും കാത്തുരക്ഷിക്കണം റഹ്മാനെ. നസ്രാൻസും കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഉത്തം പ്രസ്ഥാനക്കാരെ ശർറും കാത്തുരക്ഷിക്കണം റഹ്മാനെ. മുബ്തദീങ്ങളെ ശർറും കാത്തുരക്ഷിക്കണം റഹ്മാനെ. മുനാഫിഖീങ്ങളെ ശർറും കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഫാസിഖീങ്ങളെ ശർറും കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബേ ഹാസിദീങ്ങളെ ശർറും കാത്തുരക്ഷിക്കണം റഹ്മാനെ. ളാലിമിൻ്റെ ദുൽമിനെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബേ ളാലിമിൻ്റെ ദുൽമിനെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബേ ആഖിർ സമാൻ്റെ ഫിത്നയെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബേ എന്തെല്ലാം നിലയിലെ ഫിത്നകളാണ് ഇവിടെ നടക്കുന്ന റബ്ബേ, എല്ലാ ഫിത്നകളും തൊട്ടും ഞങ്ങളെ ഓരോരുത്തരും സലാമത്താക്കി തരണം റഹ്മാനെ. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യമാരെയും ഞങ്ങളെ കുടുംബക്കാരെയും നബിൻ്റെ ഉമ്മത്തിമാരെ ഖിയാമത്ത് നാൾ വരുന്ന മക്കളെയും ഖിയാമത്ത് നാൾ വരെ നീ പെടുത്തണം റഹ്മാനെ. എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ പട്ടണങ്ങളും എല്ലാ രാജ്യത്തും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ എത്തിത്തരണം റഹ്മാനെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നീ കോട്ടം വരുത്തല്ല റഹ്മാനെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ആര് കോട്ടം വരുത്തുന്നവോ അവരെ നീ നിറവിലാക്കണം റഹ്മാനെ. അല്ല എങ്കിൽ അവരെ സ്വർണ്ണോട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബേ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടി നീ മടക്കല്ല റഹ്മാനെ. ശത്രുക്കൾ നേരിടാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. എല്ലാ ശത്രു വിഭാഗങ്ങളും നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അവരെ എല്ലാം നിൽക്കും നീ ഫിർക്കത്താക്കണം റഹ്മാനെ. എല്ലാ എൻ്റെ അതികഠിനമായ ശിക്ഷ നീ ശത്രുക്കൾ നൽകണം റഹ്മാനെ. മാനായ റബ്ബേ ഇന്ത്യ രാജ്യത്ത് ദീനെതിരായ പല നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. എല്ലാ നിയമങ്ങളും നീ വലിച്ചെറിയണം റഹ്മാനെ. എല്ലാ നിയമങ്ങളും നീ മൻസൂഖാക്കണം റഹ്മാനെ. എല്ലാ നിയമങ്ങളും നീ ദുർബലപ്പെടുത്തണം റഹ്മാനെ. റബ്ബേ നിനക്ക് ഒരൊറ്റ നിമിഷമേ വേണ്ട റബ്ബേ. ഞങ്ങൾക്കൊന്നും സാധ്യമല്ല. എന്നോടെല്ലാം ഞങ്ങൾ ആരോട് പറയാനാണ് റബ്ബേ. ഇവിടെ കേൾക്കുന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ബാപ്പാൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ട് ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ നിയമങ്ങളെല്ലാം നീ വലിച്ചെറിയണം റഹ്മാനെ. നിയമങ്ങളെല്ലാം നീ വലിച്ചെറിയണം റഹ്മാനെ. മാനായ റബ്ബേ ഗവൺമെൻറ്റിനെ തന്നെ നീ വലിച്ചെറിയണം റഹ്മാനെ. മാനായ റബ്ബേ ദീനെതിരായ റബ്ബേ എല്ലാ രാജ്യങ്ങളും ഗ്രാമങ്ങൾ മഹല്ലുകളെല്ലാം ദീൻ എതിരായി വരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഒന്നിക്കൽ നീ നിലക്ക് നിലനിർത്താം. അല്ലെങ്കിൽ റബ്ബേ അവരെ നീ മൻസൂഖാക്കണം റഹ്മാനെ. നീതികളുണ്ടാക്കുന്ന ഒരു ഭരണാധികളെയും ഒരു രാജ്യത്ത് നീ നിലനിർത്തല്ല റഹ്മാനെ. നീതിമാനായ ഭരണാധികളെ നീ പ്രദാനം ചെയ്യും റഹ്മാനെ. മാനായ റബ്ബേ ദുആ സ്വീകരിക്കണം റഹ്മാനെ. ദുആ വായിബാക്കല റഹ്മാനെ. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഇവിടെയുള്ള മൗമിനീങ്ങളോടും മൗമിനാത്തുകളോടും ഞാൻ പ്രത്യേകം പറയാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നിങ്ങൾ മുറുകെ പിടിച്ചു കൊള്ളണം. അതാണ് നമ്മളെ ലക്ഷ്യം. ഉറൂസ് അതുകൊണ്ട് ഉറൂസ് എന്നുള്ളത് നമ്മൾ ലൈറ്റ് കത്തി പ്രകാശിപ്പിക്കലല്ല നമ്മളെ ലക്ഷ്യം. അല്ല കാശിനുമുള്ളതല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ കാണിച്ച വഴി, ആ വഴി പിന്തുടർന്ന് മക്കളെ സൂക്ഷിക്കണം കേട്ടോ. വളരെ മോശമായ അന്തരീക്ഷമാണ്, എല്ലാം കൊണ്ടും വളരെ മോശമാണ്. ഉറൂസ് എന്താണ് അന്നലക്ക് നടക്കുന്നു, അതുപോലെ തന്നെ അന്നലക്കുള്ള എല്ലാ തമ്മാടിത്തരും നടക്കുകയാണ്. ഒന്ന് ഞാൻ പ്രത്യേകം പറയാണ്, തീർച്ചയായും മക്കളെ അള്ളാഹുവിനെ ഭയപ്പെട്ടു കൊള്ളണം കേട്ടോ. അള്ളാഹുവിനെ ഭയപ്പെട്ടു കൊള്ളണം. അള്ളാഹുവിനെ ഭയപ്പെടാതെ അങ്ങ് പോയാൽ തീർച്ചയായും റബ്ബിൻ്റെ ശിക്ഷ കഠിനമാണ്. സംശയിക്കേണ്ട കാര്യം ആർക്കുമില്ല. ഏത് ഖതീബായാലും ഏത് മുദരിസായാലും ഏത് തങ്ങളായാലും ഏത് ഖാദിയാറായാലും ഏത് ഖതീബായാലും ഏത് പ്രിൻസിപ്പളായാലും വളരെ സൂക്ഷിച്ചു കൊള്ളണം. അള്ളാഹുവിൻ്റെ ദീനാണ്. ദീനോട് കളിക്കാൻ ആർക്കും അനുമതി തന്നിട്ടില്ല, തരികയുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ബഹുമാനമുള്ള മോമിനീങ്ങളെ, ഇവിടെ എന്താണ് ഈ ഉറൂസ് നടക്കുമ്പോൾ ഈ ഉള്ളവൻ ഒരു നിലക്കും കാദിയാൻ അർഹനല്ല. എങ്കിലും എൻ്റെ ബാപ്പ അന്നലക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ബാപ്പയോട് പറഞ്ഞു, ബാപ്പ ഞാൻ അതിന് അർഹനല്ല.
ഞാൻ ഒരിക്കലും ഒരു ഇമാമത്ത് നിൽക്കാൻ പോലും ഞാൻ അർഹതനല്ല. അപ്പോൾ ബാപ്പ അങ്ങ് പറഞ്ഞു, അവനെ നീ നിന്നുകൊള്ളാം. ആ ബാപ്പനെ ഒരൊറ്റ പൊരുത്തിക്കീഴ് സമ്പാദിക്കണ്ട എന്ന് വിചാരിച്ച് മാത്രം ഞങ്ങൾ ഏറ്റെടുത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ രക്ഷിതാക്കളോട് എൻ്റെ ഉമ്മറാക്കളോട് ഞാൻ പ്രത്യേകം പറയാണ്, ഖാദി എന്നത് അള്ളാഹു വെച്ച നിയമമാണ്. കേന്ദ്രം വെച്ചതല്ല, ഇന്ത്യ ഗവൺമെൻറ് വെച്ചതല്ല, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് വെച്ചതല്ല, കെ ഉസ്താദ് വെച്ചതല്ല, ഒരു AP ഉസ്താദ് വെച്ചല്ല, ഒരു ബാപ്പ വെച്ചതല്ല, ഒരു അള്ളാഹു വെച്ച നിയമമാണ് ഖാദി എന്നുള്ളത്. ആ ഖാദി ഇവിടെ നിയമിച്ചു കഴിഞ്ഞാൽ അതിനെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ആ ഖാദിയോട് എതിർ പ്രവർത്തിക്കാനോ ഇവിടെ ഒരൊറ്റ മോമിനീങ്ങൾക്കും മക്കളെ പറ്റുകയില്ല കേട്ടോ. ഖാദി എന്ത് പറഞ്ഞോ അതനുസരിച്ച് നിങ്ങൾ നടന്നു കൊള്ളണം. ഖാദിക്കെതിരായി നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും മക്കളെ ഈ ദുന്യാവ് പരാജയമാണ്, ഖബറും പരാജയമാണ്, മനുഷ്യരും പരാജയമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ്, ഇവിടെ ഉറൂസ് നടക്കുമ്പോൾ ഈ ഖാദിയായ ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചില്ല എന്നുള്ള മറുപടി നാളെ മാസ്റ്ററിലിരിക്കുന്നത് തരേണ്ടി വരും മക്കളെ. ഞാൻ വെറുതെ പറയല്ല, ഇവിടെ പ്രത്യേകം പല എന്താണ് ഫിത്ത് നടക്കുന്ന കാലമാണ് മക്കളെ. വളരെ സൂക്ഷിക്കണം കേട്ടോ. ഏത് വലിയ എന്താണ് പണ്ഡിതനായതുകൊണ്ട് ഇൽമുണ്ടായിക്കൊള്ളുന്നില്ല, ഇൽമുള്ളത് പണ്ഡിതനായിക്കൊള്ളുന്നില്ല, ഈമാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആരും വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. തീർച്ചയായും ആ രീതിയിൽ എന്ത് പ്രവർത്തിച്ചാലും മക്കളെ വിടുകയില്ല കേട്ടോ. പറയുന്ന തങ്ങളെയും അല്ല വിടുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകങ്ങളോട് പറയുകയാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുറിയെ പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം. മഹാനവരെ കിടക്കുന്നത് അന്നലക്കാണ് മക്കളെ. മഹാനവർ എന്താണ് ഈ ഉള്ളാളം എന്ന് പറയുന്ന ഈ കറിയ മക്കളെ. മഹാനവർ കിടന്നതിന് ശേഷം ഇവിടെ എന്തുണ്ടായി എന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയാം. എത്രയോ കാലശേഷം എൻ്റെ ബാപ്പ ഇവിടെ വന്നപ്പോഴാണ് ഈ ഉള്ളാളമാകുന്നത് മക്കളെ. സെയ്ദ് മദനി തങ്ങളവിടെ കിടക്കുന്നു. പക്ഷേ മക്കളെ മരിച്ചവരോട് നമ്മളോട് എന്താണ് നിസ്കരിക്കണമെന്നോ അല്ലെങ്കിൽ എന്താണ് മക്കളെ സക്കാത്ത് കൊടുക്കണമെന്നോ എല്ലാം നോമ്പ് കൊടുക്കണമെന്നോ മരിച്ചവരോടില്ല കേട്ടോ. മഹാത്തുള്ള നമ്മളോടാണ് നോമ്പ് നോക്കണം, മക്കളെ നിസ്കരിച്ചു കൊള്ളണം, അതുപോലെ സക്കാത്ത് കൊടുത്തു കൊള്ളണം, അതുപോലെ തന്നെ എന്താണ് മക്കളെ ഹജ്ജ് ചെയ്തു കൊള്ളണം. ഓരോ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചു കൊള്ളണം, ബഹുമാനിക്കേണ്ടവരെയും ബഹുമാനിച്ചു കൊള്ളണം. മക്കളെ എല്ലാം ബഹുമാനിക്കപ്പെടുന്ന മാസത്തെയും ബഹുമാനിച്ചു കൊള്ളണം. അള്ളാഹുവിൻ്റെ നിയമമാണ് കേട്ടോ. ആ നിയമത്തെ ഞാൻ നിങ്ങളെ പറിച്ചങ്ങ് ചെയ്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ദുന്യാവിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഖബർ അനുഭവിക്കേണ്ടി വരും, അതല്ലെങ്കിൽ മേശറോപ്പാണ് കേട്ടോ. അവിടെ എന്നോ അല്ല AP എന്നാണോ അവിടെ വിളിച്ചു കൂടൂല മക്കളെ. ഇവിടെ അള്ളാഹുവിനെ ഖേദിച്ച് മടങ്ങി തഖ്വ ചെയ്ത് അമൽ ചെയ്ത് ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ പറയുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും സ്വർഗ്ഗം കാണും മക്കളെ. അല്ലാതെ ഇവിടെ തോന്നിയാസം എന്ത് പ്രവർത്തിച്ച് ഇവിടെ എല്ലാം എന്താണ് അങ്ങനെയുള്ള ഫിത്തന പറഞ്ഞു വിട്ട് മക്കളെ തീർച്ചയായും അള്ളാഹു നിങ്ങളൊന്ന് ഭയപ്പെട്ടു കൊള്ളണം കേട്ടോ മക്കളെ. ഖാദി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുതിര കയറാനുള്ളതല്ല കേട്ടോ ഖാദി. ആ ഖാദി ആ നിയമം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ 3 ദിവസം നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിടിക്കണം മക്കളെ. അത് പിടിച്ചില്ലെങ്കിൽ കുറ്റക്കാരാണ് നിങ്ങളാണ്, ഞാനല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉറൂസ് നടക്കുമ്പോൾ ഈ ഇളയവന് ഈ ഖാദി എന്ന് പറഞ്ഞ മക്കളെ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഒരു ഹോബിക്കുള്ളതല്ല, അള്ളാഹുവിൻ്റെ ദീൻ ഹോബിക്കുള്ളതല്ല മക്കളെ. ഇവരുള്ളവർ പറഞ്ഞു കൊടുക്കണം, ഇത് AP ആണ് EK ആണെന്ന് പറഞ്ഞ് പോക്കല്ല മക്കളെ. വളരെ സൂക്ഷിച്ചു കൊള്ളണം കേട്ടോ. ഞങ്ങളോട് പ്രത്യേകം പറയാൻ എന്നെ ബയ്യത്ത് ചെയ്ത 28 കറികൾ തീർച്ചയായും എൻ്റെ മക്കളെ നിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുറിയെ പിടിക്കുന്നവരാവണം ഈ കേന്ദ്രത്തിൽ വരേണ്ടത്. അല്ലാതെ സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ചീത്ത പറഞ്ഞു നടക്കുന്ന പിന്നാലങ്ങ് പോയാൽ മക്കളെ തീർച്ചയായും നിങ്ങൾ വടി കൊടുത്ത് അടിവാങ്ങിയെന്നേ അർത്ഥമുള്ളൂ. നിങ്ങൾ മക്കളെ നിങ്ങൾ ആലോചിക്കണം. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു മൂത്രത്തുള്ളി അങ്ങ് വീണാൽ അത് നജിസാണ് മക്കളെ. ആലോചിക്കണം കേട്ടോ. ആരെല്ലോ എന്തെല്ലോ വിളിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു നടന്നു പോയാൽ പറയുന്ന ഉള്ളവനാണ്, എനിക്കാണ് എൻ്റെ കേട്, എന്നോടാണ് റബ്ബ് ചോദിക്കുക. തീർച്ചയായും ഞാൻ ഇതിൽ ഒഴിവാകും മക്കളെ. നാളെ മാസ്റ്റർ നിങ്ങളെല്ലാം വരേണ്ടവരാണ്. അവിടെ വെച്ച് ഞാൻ പിടിക്കും കേട്ടോ. ഒരു സംശയത്തിൻ്റെ വഴി വേണ്ടതില്ല.
അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറയാണ് മക്കളെ, എന്താണ് കൽബൊന്ന് ശുദ്ധീകരിച്ചു കൊള്ളണം. അത് ഏത് സമയത്തും ദിക്റും സലാത്തും ഖുർആൻ ശരീഫ് ഓതി കൽബൊന്ന് ശുദ്ധീകരണം. അല്ലാതെ എല്ലാ ഫിത്തനയും എല്ലാ ഫസാദും പറഞ്ഞു വിട്ടാൽ മക്കളെ രക്ഷപ്പെടുകയില്ല കേട്ടോ. തീർച്ചയായും മക്കളെ എന്താണ് ഫിത്തനയും ഫസാദും അസുഖം കിബുറും കല്ലിനും അവൻ നരകത്തിലാണ്. അത് കാവിയാർ ഒഴിച്ച്, അല്ലെങ്കിൽ ഖത്തീബ് ഒഴിച്ച്, അല്ല പ്രിൻസിപ്പാൾ ഒഴിച്ച്, അല്ലെങ്കിൽ പ്രസിഡന്റ് ഒഴിച്ച്, അല്ല സെക്രട്ടറി ഒഴിച്ച് അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ആര് ഫിത്തനുണ്ടാക്കിയോ നരകം കാണേണ്ടി വരും. അവിടെ ഞാൻ പ്രത്യേകം പറയാണ്, ഉറൂസുകളും ലൈറ്റ് കത്തിച്ച് അങ്ങ് പോക്കല്ല മക്കളെ. ഉറൂസൽ എന്താണ് മഹാനവരത്ത് ആ വഴിയിലേക്കാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്താണ് ഇൻസ് സമൂഹം ജിന്നു സമൂഹം ഈ വിഭാഗത്തെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു മലായിക്കത്തോട് ചോദിച്ചിട്ടുണ്ട് മക്കളെ. എന്നാൽ അള്ളാഹുവിന് എന്തിനു ചോദിക്കണം? എന്നാൽ നിങ്ങളിവിടെ ഉറൂസ് നടക്കുമ്പോൾ ഈ കാദിയാളോട് നിങ്ങൾ ചോദിക്കേണ്ട മക്കളെ. തീർച്ചയായും ഞാൻ ഇത് അവിടെ മഹേശ്വറിൽ വെച്ചങ്ങ് പഠിക്കും, സംശയത്തിൻ്റെ വയായിക്കും വേണ്ടതില്ല. നിങ്ങൾക്ക് ഇവിടെ എന്താണ് മക്കളെ, ഇവിടെ ഒരു ഫാൻ വെക്കാൻ പാടില്ല. കാവ്യ എന്താണ് പുറപ്പെടുവിച്ചാൽ അത് നിങ്ങൾ സ്വീകരിക്കണം. അതാണ് മക്കളെ കാലിൻ്റെ നിയമം കേട്ടോ. കാൽ നിങ്ങൾക്ക് എന്താണ് വെറും നിലാവ് കണ്ട് ഉറപ്പിക്കാനുള്ളതല്ല, തലാക്ക് ചെലിക്കാനുള്ളതല്ല, ഫസ്കാക്കുന്നുള്ളതല്ല. ഒരു രാജ്യത്തിൻ്റെ എന്താണ് ആ നിയമം വയ്യത്തങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഈ കാര്യം മുഴുവനും സ്വർണ്ണാക്കാൻ ഞാൻ ഏറ്റിട്ടില്ല. ഇവിടെയുള്ള മുഴുവനും ജനങ്ങളെയും ഹിദായത്താക്കാൻ ഏറ്റിട്ടില്ല. ഇവിടെ ദീനിയായ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ കാദിയെന്ന സ്ഥാനം എടുത്തിട്ട്. ഞങ്ങൾ കുതിരക്കളി കളിക്കാനുള്ളതല്ല കാദി. വളരെ സൂക്ഷിച്ചു കൊള്ളാൻ ഞങ്ങളോട് പറയുകയാണ്. ഇത് എന്താണ് മക്കളെ, ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ എല്ലാ രാജാവിനാണ് അധികാരം കാദിയാക്കാൻ. പിന്നീട് ആ കാദിനെ ഒഴിവാക്കാൻ രാജ്യം എന്താണ് മക്കളെ, ആ എന്താണ് രാജാവിന് അധികാരമില്ല കേട്ടോ. നിങ്ങളിവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടത്തിയത് ഈ 5 വർഷത്തിൽ? നിങ്ങളിവിടെ എന്ത് ചെയ്തു മക്കളെ? നിങ്ങളൊന്ന് ആലോചിക്കണം. ബാപ്പാൻ്റെ ബോട്ടങ്ങൾ എടുത്ത് കളഞ്ഞു. ഇവിടെ എന്താണ് വേറെ ഏതെല്ലോ വന്ന് ഇവിടെ പഠിപ്പിച്ചു. എല്ലാ മക്കളെ നിങ്ങളോട് ചോദിക്കപ്പെടൂലേ മക്കളെ? ഇവിടെ ഒരു നോട്ടീസ് അടിക്കുമ്പോൾ ഈ ഉള്ളവന് അറിയണ്ട മക്കളെ. നിങ്ങൾ എന്നോട് എന്താണ് പലതും പറഞ്ഞ് ഫിത്തന ഉണ്ടാക്കി അങ്ങ് പോയാൽ ഈ ഫിത്തനെല്ലാം ഞാൻ അവൾ വെച്ച് പിടിക്കും കേട്ടോ. നിങ്ങളെ തോന്നിയാസം നടക്കാനുള്ളതല്ല, കാലി നിങ്ങൾ പന്ത് തട്ടാനുള്ളതല്ല കേട്ടോ. കാലി പറഞ്ഞ് അനുസരിക്കാനാണ് ഈമാൻ, അവനാണ് മുഅ്മിൻ. അല്ലാത്ത ഇബ്ലീസിൽ പ്രവർത്തിച്ചവനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് കാലി എന്ന പ്രിൻസിപ്പലിന് എല്ലാം മക്കളെ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ മുക്കാക്കൻ്റെ കാക്കൻ്റെ കാക്ക എല്ലാം ഇവിടെ അത് പറയാനുള്ളതല്ല മക്കളെ. എല്ലാം നാളെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും കേട്ടോ. സംശയത്തിൻ്റെ വയ്യാതെയില്ല മക്കളെ. ഇവിടെ കിടക്കുന്ന മഹാനുവർ നമ്മളെ കൽബ് കൊള്ളയാണ് നോട്ടം കേട്ടോ. നിങ്ങൾ എന്താണ് ഷർട്ട് കൊള്ളയോ വീട് കൊള്ളയോ കേട്ടോ. വളരെ അന്നലക്ക് അവർ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് തെക്കമാൻ ചെയ്ത് അമൽ ചെയ്ത് കൽബ് ശുദ്ധീകരിച്ച് അള്ളാഹുവിൻ്റെ നിയമം എന്താണ് അന്നലക്ക് അള്ളാഹു പരീക്ഷിച്ച് അന്നലക്ക് കൊടുത്തതാണ് കറാമത്ത്. ഇല്ല ഫിത്തയും ഫസാദും പറഞ്ഞ് കറാമത്ത് വാങ്ങിയതല്ല മക്കളെ. സൂക്ഷിക്കാൻ പറയുന്ന തങ്ങളായാലും കേൾക്കുന്നതായാലും വളരെ സൂക്ഷിക്കണം കേട്ടോ. ആരെയും ദുനിയാവിൽ അവ വിടുകയില്ല. കൽബൊന്ന് ശുദ്ധീകരിക്കണം മക്കളെ. ഇല്ല ഫിത്തനെല്ലാം പറഞ്ഞുണ്ടാക്കി അങ്ങ് പോയാൽ ഖബറൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ദുനിയാവും പരാജയമാണ്, ഖബറും പരാജയമാണ്, നാളെ മനുഷ്യനും പരാജയമാണ് മക്കളെ. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. തീർച്ചയായും ഒരു ഓപിക്കുള്ളതല്ല ദീൻ. അള്ളാഹുവിൻ്റെ ദീൻ എന്താണ് മക്കളെ? സ്വർഗ്ഗം കാണാനുള്ളതാണ്, നരകം കാണാനുള്ളതല്ല കേട്ടോ. അവിടെ ഞാൻ കുറേ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വളരെ എന്തെല്ലാം പല ഫിത്തന നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. അതെല്ലാം നാളെ മനസ്സിൽ അവിടെ വെച്ച് ഞാൻ പിടിക്കും മക്കളെ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കോടത്തങ്ങൾ എന്താണ് അറസ്റ്റാക്കണം, കോടത്തങ്ങൾ അയാൾ അങ്ങനെ ആക്കണം, അയാൾ ഇങ്ങനെ ആക്കണം, എല്ലാം നിങ്ങൾക്ക് ആക്കാം. പക്ഷേ നാളെ മക്കളെ നാളെ മനസ്സിലായി എന്ന് പറഞ്ഞ് അവിടെ ഞങ്ങൾക്ക് വിജയമാണ് മക്കളെ. അവിടെയാണ് ഞാൻ എല്ലാം പിടിക്കുക. അവരെന്താണ് ഞങ്ങളോട് ചോദിക്കാതെ ഒരു ഒലിയും അങ്ങോട്ട് കടക്കൂല, ഒരു ഖത്തീബും നടക്കൂല, ഒരു പ്രിൻസിപ്പാൾ അങ്ങോട്ട് കടക്കൂല മക്കളെ. ആലോചിക്കണം. അവിടെയാണ് ഞങ്ങളെ പവർ. ഇവിടെ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് അയാൾ അങ്ങനെ ആക്കണം, ഇയാളെ ഇങ്ങനെ ആക്കണം, എല്ലാം നിങ്ങൾ നാവ് കൊണ്ട് പ്രവർത്തിക്കാൻ കേട്ടോ. പക്ഷേ അവിടെ നടക്കൂല മക്കളെ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു കൊള്ളണം. അള്ളാഹുവിൻ്റെ ദീൻ മുറയെ പിടിക്കലാണ് ഞമ്മ ലക്ഷ്യം. ഇവിടെ വരുന്ന അന്നേരത്തെ ഉപയോഗിച്ച് ദീന് വേണ്ടിയല്ല മക്കളെ. ഇവിടെ എന്താ എല്ലാം മാറ്റി അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി കാദ്യ അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ എന്താണ് എന്നെ
ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എത്ര ആൾക്കാരെ കൊണ്ട് ഇവിടെ ഒപ്പിടിച്ചു മക്കളെ. എന്ത് ഇവിടെ ഉണ്ടായി? ദീനോടല്ല കളി കേട്ടോ. ദീനോട് കളിച്ചാൽ ഒരുത്തൻ ഇവർ വിടുകയില്ല, വിട്ട ചരിത്രമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കൊള്ളണം. അള്ളാഹുവിൻ്റെ ദീനോടല്ല കളി കേട്ടോ. ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ്, കാതി കാണാൻ വെച്ചതല്ല കേട്ടോ, നിങ്ങളെ കുശിക്കുള്ളതല്ല കാതി കേട്ടോ. വളരെ സൂക്ഷിക്കൊള്ളണം. തീർച്ചയായും എന്തും ചെയ്യാമെന്നുള്ളതല്ല നിങ്ങൾക്കുള്ളത്. അള്ളാഹുവിൻ്റെ ദീനാണ് മക്കളെ. അതുകൊണ്ട് കാതിൻ്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ്, ഞാൻ കാതിയാറോട് ഞാനല്ല, എന്നെ പിന്നീട് ഒരു കാതിയോടെ വരുന്നു. ആ കാതിയോട് കൂടെ എന്ത് നിങ്ങൾ നോട്ടീസ് അടിക്കുന്നത്? കാതിയാറോട് ചോദിച്ചു കൊള്ളണം. കാതിയാർ ഇന്നാൾ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല മക്കളെ. പിന്നെ അത് പറ്റിച്ചേരുന്ന ഇവിടെ അത് ഇല്ല കേട്ടോ. അതെല്ലാം നിങ്ങൾ എന്താണ് അവിടെ ഒന്ന് പറയാം. ഇവിടെ ഉസ്താദ് നമ്മൾ ബാപ്പ ഇവിടെ വന്നതിൻ്റെ ശേഷമല്ലേ ഈ കോളേജ് ഉള്ളാളം മക്കളെ നിങ്ങൾ ആലോചിക്കണം. ഇവിടെ വരുന്ന പണ്ഡിതന്മാർ ഒരു അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. മക്കളെ ഈ ഉസ്താദും എല്ലാം അന്നൽക്കുള്ളവർ തന്നെയാണ്, എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മക്കളെ അവരെന്തോ ചെറിയ വിഷയത്തിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടായതിന് ഒരു വിഭാഗം മാത്രം അങ്ങോട്ട് പോയി പറ്റൂല മക്കളെ. നാളെ അവിടെ വിളിച്ചിട്ടുണ്ട് AP ആലിക്കുന്ന അവിടെ വിളിച്ച് ഓതൂല കേട്ടോ. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് അമൽ ചെയ്ത് കൽബ് ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ മക്കളെ സ്വർഗം കാണും കേട്ടോ. സ്വർഗം എന്നുള്ള ശുദ്ധിയുള്ളവർക്കാണ്, ശുദ്ധിയില്ലാത്തവർ സ്വർഗമില്ല കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കൊള്ളാം. അള്ളാഹുവിൻ്റെ ദീനാണ്. ദീനോട് കളിക്കാൻ ഇവിടെ ആർക്കും ഒരുത്തനിക്കും ഇവിടെ എന്താണ് അധികാരം തന്നിട്ടില്ല, തരികയുമില്ല. അതുകൊണ്ട് മക്കളെ സൂക്ഷിച്ചു കൊള്ളണം. ആ കൽബാണ്, കൽബ് കൊല്ലയാണ് അള്ളാഹുവിൻ്റെ നോട്ടം. എൻ്റെ നിങ്ങളെ ഷർട്ട് കൊള്ളയോ അല്ല വീട് കൊള്ളയോ തോട്ടം കൊള്ളയോ അല്ല മക്കളെ. അതുകൊണ്ട് തന്നെ മക്കളെ കണ്ടില്ലേ ഒരു സുന്യായ എന്താണ് ഒരു ഉമ്മാനെ ശിക്ഷിക്കപ്പെട്ടത് മക്കളെ. പറയുന്ന തങ്ങൾ എവിടെ വെച്ച് മേയിക്കും, ഏത് സ്ഥലത്ത് വെച്ച് മേയിക്കും, എങ്ങനെ മേയിക്കും തങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല കേട്ടോ. മാത്രമല്ല മക്കളെ ഈ പറയുന്ന തങ്ങളെ ജനാസ ഈ ഭൂമി സ്വീകരിക്കുകയോ എന്ന് തങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല കേട്ടോ. ആർക്കും എഴുതി തരൂല മക്കളെ. ഈ ദുനിയാവിൽ അതിനുള്ളതാണ്, ദുനിയാവിൽ രണ്ടിനുമുള്ളതാണ്. മോശമാനുള്ളത് നന്നാവാനുള്ളതാണ്. നാളെ മത്സര നിങ്ങൾക്ക് നിസ്കരിക്കണം, ഇവിടെ ഇതുപോലെ തൂസ് അവിടെ കടത്തണം, അല്ലെങ്കിൽ ലൈറ്റ് കത്തിക്കണം, അല്ലെങ്കിൽ എന്താണ് അവിടെ പലതും ഉണ്ടാക്കണം. അവിടെ മക്കളെ ഇല്ല കേട്ടോ. അതല്ലെങ്കിൽ ദുനിയാവിലാണ് എല്ലാ സംഗതിയും ദുനിയാവാണ്. ഈ ദുനിയാവിൽ എന്താണ് അമൽ ചെയ്യാനുള്ളതാണ് ദുനിയാവ്. ഇവിടെ അമൽ ചെയ്ത് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ആ ഖബറും മഹ്ശറും രക്ഷപ്പെടൂ. എല്ലാം നാളെ അവിടെ പോയിട്ട് നിസ്കരിക്കട്ടെ, അവിടെ പോയി നോമ്പ് നോക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കുകയൊക്കെ മക്കളെ. ഇവിടെ ചെയ്തതിൻ്റെ ഫലം അവിടെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ ആ കൽബൊന്ന് ശുദ്ധീകരിച്ചു കൊള്ളാം. ഇല്ല നാവ് കൊണ്ട് ഫിത്തനങ്ങ് പറഞ്ഞ് പോയാൽ തീർച്ചയായും മക്കളെ ഖബറൊന്ന് ആലോചിച്ചു കൊള്ളണം കേട്ടോ. കണ്ടില്ലേ ഒരു ഉമ്മാനല്ല ശിക്ഷിക്കപ്പെട്ടത്. ഉമ്മ സുന്നിയാണ്, സുന്നി അല്ലാത്ത മറ്റുള്ളവരെ ശിക്ഷിക്കുന്നുണ്ട് കണ്ടൽ ഉറപ്പല്ല മക്കളെ. ആലോചിക്കണം കേട്ടോ. പണ്ഡിതനായതുകൊണ്ട് ഇൽമുണ്ടായിക്കൊള്ളുന്നില്ല, ഇൽമുണ്ടോ പണ്ഡിതനായിക്കൊള്ളുന്നില്ല, ഈമാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. മക്കളെ ഇബിലിസാണ് വലിയ ഇൽമുള്ള എന്ത് സംഭവിച്ചു? അവിടെ കിബിർ സംഭവിച്ചു മക്കളെ. അത് തന്നെയാണ് നശിക്കാൻ കാരണം കേട്ടോ. അവിടെ ഞാൻ പ്രത്യേകം പറയാണ്, ആ മയ്യത്ത് എന്താണ് ജനാസം എൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ മക്കളെ, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ ഭൂമി ആ ഉമ്മാനെ സ്വീകരിച്ചില്ല, അവസാനം ബഹറിലേക്കാണ് കൊണ്ടിട്ടത് മക്കളെ. ആലോചിക്കണം കേട്ടോ. പറയുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും ഒന്ന് അല്പം ഒന്ന് ശ്രദ്ധിക്കണം. അള്ളാഹുവിനൊന്ന് പേടിച്ച് ജീവിച്ചു കൊള്ളണം. അതാണ് നമ്മൾ ആരും ഖബറിലേക്ക് അങ്ങോട്ട് വരില്ല മക്കളെ. ഇവിടെ എന്താണ് ഇപ്പോൾ ഞാൻ നിങ്ങളും എന്താണ് ദിക്റും സലാത്തും ചൊല്ലിയവരാണ്, ആരും ചൊല്ലിത്തന്നതല്ല. എന്നാൽ ആ സക്കറാത്തിൻ്റെ സമയത്ത് ചൊല്ലിക്കൊടുക്കണമെന്നാണ് പറയുന്നത്. ചെല്ലാൻ അറിയാത്തതുകൊണ്ടതല്ല, ബീജമില്ലാത്തതുകൊണ്ടല്ല, ഖതീബല്ലാത്തതുകൊണ്ടല്ല, ഖാദിയാറല്ലാത്തതുകൊണ്ടല്ല, സയ്യിദല്ലാത്തതുകൊണ്ടല്ല. കൽബ് കൊള്ളയാണ് അള്ളാഹുവിൻ്റെ നോട്ടം കേട്ടോ. കൽബിൽ ഫിത്നയും ഫസാദും അസൂദും കിബറും കൽബിലുണ്ടെങ്കിലും നരകമാണ് മക്കളെ. അങ്ങോട്ട് മക്കളെ ആലോചിച്ച് കൊള്ളണം. പറയുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും ആ മരിക്കുന്ന സമയത്ത് സക്കറാത്തിൻ്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിത്തന്ന എന്താ പാപ്പ അങ്ങ് ചെല്ലാത്ത? നിങ്ങളെല്ലാ രാജ്യത്തിൻ്റെ കാവിയല്ലേ, നിങ്ങളെല്ലാ ജമാഅത്തിൻ്റെ പ്രസിഡൻ്റല്ലേ? എത്രയോ എന്താണ് എത്രയോ ഇൽമിൻ്റെ എന്താണ് മക്കളെ ദിക്റിൻ്റെ മജ്ലിസും സലാത്തും ചൊല്ലി ലക്ഷക്കണക്കിന് ചൊല്ലിയവരല്ലോ ബാപ്പ. പിന്നെ എന്താ ചെല്ലാത്ത മക്കളെ? അതേ നിലക്ക് അങ്ങോട്ട് പോയാൽ ആ എന്താണ് ഞാൻ നിങ്ങൾ നല്ല അള്ളാഹുവിൻ്റെ വിഭവങ്ങൾ കഴിച്ച് നല്ല ശരീര പുഷ്ടിയോട് കൂടി പോകുന്നതിലേക്കാണ് മക്കളെ. ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയ കൊട്ടാരത്തിലേക്കല്ല കേട്ടോ.
ഒരു നിഷ്പം അല്പം ആലോചിച്ചു കൊള്ളുക. പോകുന്നത് മാളത്തിലേക്കാണ് മക്കളെ, ഉറുമ്പിൻ്റെ മാളത്തിലേക്കാണ്, പാമ്പിൻ്റെ തേളത്തിൽ മക്കളെ, അതുപോലെ തന്നെ ശ്രീലങ്കയും എല്ലാം ആ മാളത്തിലേക്കാണ് ഈ പറയുന്നത് തങ്ങൾ പോകുന്നത്. കേൾക്കുന്ന നിങ്ങളും പോകുന്നത് മക്കളെ. അവിടെ രക്ഷപ്പെടണം. ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾ എന്താണ് അവസാന ദിവസം ഇവിടെ എന്താണ് ഭക്ഷണത്തിന് വേണ്ടി എത്ര തിരക്കാണ് കൂട്ടുന്നത്. അതുപോലെ മക്കളെ നമ്മളെ ശരീരം തിന്നാൽ അവിടെ എന്താണ് പാമ്പുകളും മത്സരിക്കുകയാണ് കേട്ടോ. അവിടെ ധൃതി കൂട്ടിയാണ്. ഒന്ന് ആലോചിക്കണം ചെറുപ്പക്കാരെ. അതിന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ പേടിച്ചൊന്ന് ജീവിച്ചു കൊള്ളണം, തക്കവാവുന്ന ചെയ്തു കൊള്ളണം. മഹാനവർ കാണിച്ച വഴിയിലേക്ക് പോകണം. മഹാന് കാണാത്ത വഴിയിലേക്ക് അങ്ങ് പോയാൽ അവരൊരു നോട്ടമോ അവരൊരു സഹായമോ ഒന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ. എല്ലാം ലോസായിരിക്കും മക്കളെ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇവിടെ പല ഫിത്തനയും നടക്കുന്ന സംഭവം പലതും നടക്കുകയാണ്. അതൊന്നും ഞാൻ ഉത്തരവാദിത്തമല്ല കേട്ടോ. ഇവിടെ പലതും എന്താണ് പറഞ്ഞത് മക്കളെ, നിങ്ങൾ അല്പം എന്നോട് ചോദിക്കേണ്ട മക്കളെ. ഇവിടെ ആരെ നിങ്ങൾ ഇവിടെ ആരാണ് നിർത്തേണ്ടത് എന്നോട് നിങ്ങൾ ചോദിക്കേണ്ടത്. എല്ലാം ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ മാത്സിൽ വെച്ച് പഠിക്കും. അതിനുള്ള കമ്മിറ്റിക്കാർ ആരായാലും ശരി, ഏത് ഉസ്താദായാലും ശരി, ഞാൻ അവിടെ വെച്ച് പഠിക്കും മക്കളെ. സംശയത്തിൻ്റെ വഴിയേണ്ടതില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബി ഞങ്ങളെ നീ രക്ഷപ്പെടുത്തല്ല റഹ്മാനെ. ഇത് വീട്ടിൽ ഞങ്ങൾ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. ഇത് വീട്ടിൽ ഞങ്ങൾ വിജയിപ്പിക്കണം റഹ്മാനെ. സ്വീകരിക്കണം റഹ്മാനെ. വായിബാക്കല റഹ്മാനെ. അവസാനം ഞങ്ങളെല്ലാം ഓരോരുത്തരെയും ആക്കിപ്പത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന സജ്ജന നീ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെല്ലാവരും ജന്നാത്തുൽ ഫിർദൗസ് നീ കലർത്തണം റഹ്മാനെ. ദിക്റും സ്വലാത്തും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസും എല്ലാം ഉസ്താദിൻ്റെ ഖബറിലേക്ക് ഹദിയ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിൻ്റെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. പ്രകാശിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. സീനത്താക്കി കൊടുക്കണം റഹ്മാനെ. വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാൻ. ഖുർആൻ ഷരീഫ് കൊണ്ട് ദിക്ർ കൊണ്ട് സലാത്ത് കൊണ്ട് ദുആ കൊണ്ട് അവ ഖബർ നീ വിശാലമാക്കണം റഹ്മാനെ. ഖബർ നീ കുടുസാക്കല്ല റഹ്മാനെ. ഖബർ നീ ഞെരിക്കല്ല റഹ്മാനെ. സ്വർഗീയ പുതപ്പ് കൊണ്ട് അവരെയും ഞങ്ങൾ നീ പുതക്കണം റഹ്മാനെ. നരകത്തിൻ്റെ പുതപ്പ് കൊണ്ട് അവരെയും ഞങ്ങൾ നീ പുതക്കല്ല റഹ്മാനെ. മഹാനായ റബ്ബേ, ജീവിതത്തിൽ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തു പോയിട്ട് നീ പുറത്ത് മാഫാക്കി കൊടുക്കണം റഹ്മാൻ. മഹാനായ റബ്ബേ, ഖബറാണ്. ദുനിയാവിൽ ആരും രക്ഷപ്പെടുത്തൂല. ഖബറിൽ നിൻ്റെ സഹായം മാത്രമാണ് റബ്ബേ. അവിടെ ഉസ്താദിൻ്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവളുടെ ചോദ്യത്തിന് ഉത്തരം നീ കൊടുക്കണം റഹ്മാനെ. റബ്ബി അവരെ നീ ഗായിബാക്കല്ല റഹ്മാനെ. എൻ്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിൽ അവരെയും നീ പെടുത്തണം റഹ്മാനെ. അവരെയും നമ്മൾ നീ പെടുത്തണം റഹ്മാനെ. എൻ്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃക്കൈ കൊണ്ട് ഹൗലുൽ കൗസ് കുടിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് റഹ്മാനെ. സ്വർഗീയ പുതപ്പ് കൊണ്ട് അവരെയും ഞങ്ങൾ നീ പുതക്കണം റഹ്മാനെ. നരകത്തിൻ്റെ പുതപ്പ് കൊണ്ട് അവരെയും ഞങ്ങൾ നീ പുതക്കല്ല റഹ്മാനെ. മഹാനായ റബ്ബി അവരെ കിതാബിനെയും ഞങ്ങൾ കിതാബിനെ നീ വലം കയ്യിൽ തരണം റഹ്മാനെ. ഇടങ്കയിൽ നീ തരല്ല റഹ്മാനെ. റബ്ബെ, വല്ലതും എഴുതപ്പെട്ടിട്ട് നീ മായ്ച്ചു കളയും റഹ്മാനെ. മഹാനായ റബ്ബെ, നാളെ മഹ്ശറിൽ ചെന്ന് കഴിഞ്ഞാൽ അർശിൻ്റെ നേരിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അവരെയും നമ്മൾ നീ പെടുത്തണം റഹ്മാനെ. മഹാനായ റബ്ബെ, അവരെ വീട്ടിലെല്ലാം നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. നിഅമത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. മഹാനായ റബ്ബെ, മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തന്നെ മെരിപ്പിക്കണം റഹ്മാനെ. മുസ്ലിമായി ജനിച്ച് കാഫറായി ഞങ്ങളാരെയും മെരിപ്പിക്കല റഹ്മാനെ. മഹാനായ റബ്ബെ, ഈ മജ്‌ലിസുള്ളവരെയും ഇല്ലാത്തവരെയെല്ലാം ളാഹിറും ബാത്തുമായ രോഗം നീ ശിഫ കൊടുക്കണം റഹ്മാനെ. എല്ലാ രോഗത്തോട്ടും മാരോഗത്തോടും ഞങ്ങളും ബന്ധപ്പെട്ട എല്ലാവരും നബിൻ്റെ ഉമ്മത്തിമാരെയും കാത്തു രക്ഷിക്കണം റഹ്മാനെ. മഹാനായ റബ്ബെ, എത്രയോ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ഹോസ്പിറ്റലിൽ വീട്ടിൽ കടന്ന് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അതിൽ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബെ, എല്ലാ അമ്പിയാക്കളും ബദരീങ്ങളും സ്വാലിഹീങ്ങളും ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്‌ലിസിൻ്റെ ബഹുമാനം കൊണ്ട്, ഈ രാജ്യത്ത് കിടക്കുന്ന എല്ലാ ഔലിയാക്കന്മാരോടും സാദാത്തുക്കളെയും സ്വാലിഹീങ്ങളും ബർക്കത്ത് കൊണ്ടും, പ്രത്യേകിച്ചും മഹാനവരുടെ ബർക്കത്ത് കൊണ്ടും, ഈ പള്ളിയുടെ ബർക്കത്ത് കൊണ്ടും, റബ്ബെ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും, റബ്ബെ എൻ്റെ ബാപ്പാൻ്റെ ബർക്കത്ത് കൊണ്ടും, ഹാജ തങ്ങളെ ബർക്കത്ത് കൊണ്ടും ഞങ്ങളെല്ലാം ഓരോരുത്തരും ഈമാൻ സലാമത്താക്കണം റഹ്മാനെ.
ഞങ്ങൾ ഇസ്സത്ത് നീ കാക്കണം റഹ്മാനെ, ഇസ്സത്തോട് ജയിപ്പിക്കണം റഹ്മാനെ, ഇസ്സത്തില്ലാതെ നിലയ്ക്ക് ജയിപ്പിക്കണം റഹ്മാനെ. മാനായ റബ്ബേ, നീയാണ് രോഗം തരുവൻ, നീയാണ് ശിഫിയാക്കുന്നവൻ. രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗമായിരിക്കാൻ ഞങ്ങൾ റബ്ബേ അതുപോലും ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങളില്ല റബ്ബേ. ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. പോരാ അതുകൊണ്ട് ഞങ്ങളെ ദോഷങ്ങൾ നീ പൂർത്തി തരണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങളെ കൽബിൽ കൽബാണ് ദോഷം കൊണ്ട് പെയ്ത കൽബാണ്, ഫിത്നയും ഫസാദും ഹസദും കിബിറുമെല്ലാം അതേരിച്ച കൽബാണ് റബ്ബേ. ദിക്ർ കൊണ്ട് സലാത്ത് കൊണ്ട് ഖുർആൻ ഷരീഫ് കൊണ്ട് ദുആ കൊണ്ടും ഞങ്ങളെ കൽബിൻ നീ ശുദ്ധീകരിച്ച് തരണം റഹ്മാനെ. ഞങ്ങളെ കൽബ് ആഖിറത്തുള്ള കൽബാക്കണം റഹ്മാനെ. ദുനിയാവിൻ്റെ ഐശ്വര്യത്തോടി നടക്കുന്ന കൽബിൻ തരണം റഹ്മാനെ. ഒന്നിൽ വിശ്വാസമില്ലാത്ത, ഭയമില്ലാത്ത, പേടിയില്ലാത്ത ഇബ്ലീസിൻ്റെ ഒരു കൽബിൻ ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. നിന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബിൻ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ കൽബ് ഖാലിസായ കൽബാക്കണം റഹ്മാനെ. ഞങ്ങളെ കൽബ് നീ തഖ്വാ കൊണ്ട് നിറക്കണം റഹ്മാനെ. നിൻ്റെ നൂറാനിയത്ത് കൊണ്ട് ഞങ്ങളെ കൽബിൻ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. മാനായ റബ്ബേ, വേണ്ടാത്ത എല്ലാ തോന്നീച്ചകളെ തൊട്ടും വേണ്ടാത്ത എല്ലാ സ്വപ്നങ്ങളെ തൊട്ടും ഞങ്ങളെ കൽബിൻ നീ സലാമത്താക്കി തരണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങളെ നാവ് ദിക്ർ ചൊല്ലുന്ന ആവാക്കണം റഹ്മാനെ, സലാത്ത് ചെല്ലുന്ന ആവാക്കണം റഹ്മാനെ, ഖുർആൻ ശരീഫ് ഓതുന്ന ആവാക്കണം റഹ്മാനെ. റബ്ബേ, വേണ്ടാത്ത ഫിത്ന പറയും തൊട്ട് ഞങ്ങൾ നാം നീ വലങ്ങളും റഹ്മാനെ. റബ്ബേ, ഹറാമായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം റഹ്മാനെ, ഹലാലായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, പട്ടിണികളിൽ മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കൈയാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ ഭാര്യമാരെയോ ഞങ്ങളെ കുടുംബക്കാരെയോ ലഭിൻ്റെ ഉമ്മത്തിമാരെ ക്യാമന്നാൾ വരുന്ന മക്കളെയും ക്യാമന്നാൾ വരെ നീ പെടുത്തല്ല റഹ്മാനെ, നീ പെടുത്തല്ല റഹ്മാനെ. റബ്ബേ, പട്ടിണി കിടന്ന് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കൈയാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങളെ മക്കൾ ക്യാമന്നാൾ വരുന്ന മക്കളെയും സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ. ഉമ്മാക്കും ബാപ്പാക്കും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. ഉമ്മാക്കും ബാപ്പാക്കും എതിർ പ്രവർത്തിക്കുന്ന മക്കളെ നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും നാഫിയാൽ ഏറ്റിത്തണം റഹ്മാനെ. റബ്ബേ, നാഫിയാൽ ഏറ്റിത്തണം റഹ്മാനെ. നാഫിയാൽ മേറ്റിത്തണം റഹ്മാനെ. ഇഫ്ദിന് നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ഫഹ്മിന് നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ഓർമ്മശക്തി ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. റബ്ബേ, മറവി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. റബ്ബേ, യക്കീൻ നീ പ്രദാനം ചെയ്യും റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ മക്കൾ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളാക്കണം റഹ്മാനെ, ഉഖ്റവിയായ ആലിമീങ്ങളാക്കണം റഹ്മാനെ. പേരിന് വേണ്ടിയോ പ്രസ്തുക്ക് വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടിയുള്ള ആലിം നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ, ആലിമീങ്ങൾ പോലും പേച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എല്ലാ ആലിമീങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, എല്ലാ അപകടത്തും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. പ്രത്യേകിച്ച് ഇത്രയോ ആക്സിഡൻ്റായിട്ടും എല്ലാത്തും നിലയും ബോധരഹിതമായി കടന്നുകൊള്ളുന്നതുകൊണ്ട് ഹബീബിൻ്റെ ബർക്കത്തോടെ നീ ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബേ, കൊല്ലങ്ങളോളം ബോധരഹിതമായി ദുനിയാവിൽ നീ ഉരുട്ടല്ല റഹ്മാനെ. لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم بفضل صلى الله على محمد صلى الله عليه وسلم
على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم